കോടശ്ശേരി മാരാങ്കോട് സെന്റ് ജോസഫ് പള്ളിയുടെ വനഭൂമിയിൽ നിലനിൽക്കുന്ന കുരിശടിയിലെ തറയുടെ മെറ്റൽ നീക്കം ചെയ്ത വനപാലകരുടെ നടപടി വിവാദത്തിൽ. വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയ കരിങ്കൽ മെറ്റൽ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ ബഹളം വെച്ചത് മണിക്കൂറുകളോളം പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. മെറ്റൽ മാറ്റിയ തറയിൽ കോൺക്രീറ്റിംഗ് നടത്താനുള്ള നീക്കമുണ്ടായതോടെ പ്രശ്നം കൂടുതൽ സങ്കീർണമായി. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് ചട്ടിക്കുളം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തി കുരിശടിയിലെ മെറ്റൽ നീക്കിയത്. പകുതിയോളം വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയതോടെ പരിസരവാസികൾ രംഗത്തെത്തി. ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റമുണ്ടായി. ബലപ്രയോഗത്തിന്റെ വക്കോളം എത്തിയപ്പോൾ പള്ളിയിൽ കൂട്ടമണിയടിച്ചു. ഇതോടെ പരിസരത്ത് നിരവധി ആളുകൾ എത്തിച്ചേർന്നു. രംഗം വഷളായപ്പോൾ മെറ്റൽ നീക്കം ഉദ്യോഗസ്ഥർ നിർത്തിവെച്ചു. വിവരമറിഞ്ഞ് കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണൻ, CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, CPI മണ്ഡലം സെക്രട്ടറി CV ജോഫി തുടങ്ങിയവർ സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. മുൻ പള്ളി വികാരിയുടെ പേരിലുള്ള 88 സെന്റ് സ്ഥലത്തിന് പട്ടയത്തിനായി നൽകിയ അപേക്ഷയും സർക്കാരിന്റെ പക്കലുണ്ടെന്നും ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞതെന്നുമാണ് വിശ്വാസികളുടെ വാദം. 1956 മുമ്പ് ഞങ്ങളുടെ പൂർവികരായുള്ള ആളുകൾ ഈ വനഭൂമി കയ്യേറി സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ കുരിശ്. 1977 മുമ്പുള്ള കൈവശങ്ങൾ സാധൂകരിക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് ഒരു ജോയിൻ്റ് വെരിഫിക്കേഷൻ നടത്തിയിരുന്നു. ആ ജോയിൻ്റ് വെരിഫിക്കേഷൻ ഉൾപ്പെട്ട ഈ ഭൂമി ഇതിൻ്റെ പട്ടയ നടപടികൾക്ക് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമി ഇരിക്കുന്നത് ഫാദർ ആൻ്റണി മുക്കാട്ടിരിക്കാരൻ അച്ഛൻ്റെ പേരിൽ, വ്യക്തിയുടെ പേരിലാണ്, അച്ഛൻ്റെ പേരിലാണ് ഭൂമി ഇരിക്കുന്നത്. ആ പട്ടയം അനുവദിക്കാൻ ഗവൺമെൻറ്റിന് യാതൊരു തടസ്സമില്ല. കൃത്യമായിട്ട് DFOയോട് കളക്ടർ കത്ത് ചെയ്ത് ചോദിച്ചിരുന്നു, ഈ ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. കൃത്യമായിട്ട് കളക്ടർ മറുപടിയും കൊടുത്തിരുന്നു, ഈ ഭൂമിക്ക് പട്ടയം അനുവദിക്കാവുന്നതാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ഭൂമിയുടെ GPS സർവേ പൂർത്തീകരിച്ചതും പട്ടയ നടപടികൾക്ക് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ പരിഗണനയിൽ പട്ടയ നടപടികൾ, പട്ടയ വിതരണത്തിന് വേണ്ടി നടപടിയിലിരിക്കുന്ന ഈ ഭൂമിയിൽ ഞങ്ങളുടെ ആരാധന നടത്തുന്നത്, ഞങ്ങളുടെ കുരിശടി ഞങ്ങൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് മെറ്റൽ വിരിച്ച് അതിനെ ഒന്ന് വൃത്തിയാക്കിയിട്ടതാണ് ഫോറസ്റ്റുകാർ ഒന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് വ്യക്തമായ പ്രകോപനമാണ്. ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയണം. പ്രശ്നത്തിന് തീരുമാനമുണ്ടാകുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥർ പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെ തടഞ്ഞ ആളുകൾക്കെതിരെ കേസുകൾ എടുക്കില്ലെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിസരവാസികൾക്ക് ഉറപ്പു നൽകി. മീഡിയ ടൈം, ചാലക്കുടി.